ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3-4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ആദ്യം എടുത്തു. അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ തികയത്തില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അതിന് ശേഷം നമ്മളത് 1-2 വെള്ളം നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കഴുകി 2-3 പ്രാവശ്യം ഒന്ന് കഴുകി മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 15-20 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി അടച്ച് വയ്ക്കണം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 10-15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അത് നല്ല സ്റ്റിക്കി പോലെ ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക, വടി ഉണക്കം ആയിട്ടുണ്ട്. ആ ഉരുളൻകിഴങ്ങ് കുഴഞ്ഞ പരുവത്തിലില്ലാതെ ഇപ്പം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് അതൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഒരു കോട്ടണിലേക്ക് അതിട്ട് കൊടുത്ത് ഈ ജലാംശം എല്ലാം ഒന്ന് തോർത്തിയെടുക്കണം. കോട്ടണിൽ ടവലോ തുണിയോ എന്തായാലും അവരോരോ സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് ആ വെള്ളമയോ എല്ലാം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. നല്ല വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ചീകി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോകരുത്, കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എണ്ണ നല്ല ചൂടായതിന് ശേഷം തീ ശകലം കുറച്ച് വയ്ക്കുക. അതിന് ശേഷം ഒരുപാട് കുറച്ച് വെച്ചാലും മൂക്കത്തില്ല. അപ്പോൾ അറിയാമല്ലോ, അതനുസരിച്ച് ഓരോരുത്തരുടെ പാത്രവും ഉപയോഗിക്കുന്നതൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മൊരിച്ച് നമുക്ക് എടുക്കാം. കണ്ടോ, നല്ല കരിമുരാന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് അതുപോലെ തന്നെ നമുക്കിട്ട് നല്ലതുപോലെ വറുത്ത് കോരി എടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഒരിക്കൽ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവർ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ അത് എടുക്കുന്ന സാധനത്തിനനുസരിച്ച് ഇപ്പോൾ ഒരുപാട് ഉരുളൻകിഴങ്ങ് എടുക്കുകയാണെങ്കിൽ കറിവേപ്പില 1, 2, 3 ഒക്കെ ഇടാം. ഞാൻ ഒരു തണ്ട് കറിവേപ്പില എടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുത്തു. ഇപ്പോൾ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കുക. പക്ഷേ അത് ചതഞ്ഞു പോകരുത്, ആ രീതിയിൽ അതിൻ്റെ മണം ഒന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒന്ന് മൂപ്പിച്ച് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ്, അതാ കശുവണ്ടി. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഇടുക, ഇപ്പോൾ ഇല്ലാത്തവർക്ക് അത് തന്നെ ഇടണമെന്നൊന്നുമില്ല. പിന്നെ മക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ, അതും നമുക്കിതുപോലെ ഒന്ന് എടുക്കണം, കരിഞ്ഞു പോകാതെ. അതിൻ്റെ കൂട്ടത്തൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കപ്പലണ്ടി അതും നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം കപ്പലണ്ടി, നിലക്കടല ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് മൂപ്പിച്ച് മാറ്റി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇതൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് എൻ്റെ രുചിയൊന്നും കുറഞ്ഞു പോകത്തില്ല. പിന്നെ നമ്മുടെ കൊച്ചുമക്കൾക്ക് ഇതൊക്കെ പെട്ടെന്ന് അവർ കഴിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ, അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് പൊരികടല, പൊട്ടുകടല എന്നൊക്കെ പറയത്തില്ലേ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതുപോലെ മൂപ്പിച്ച് കരിഞ്ഞു പോകരുത് ഇതൊന്നും. എന്നിട്ട് നമുക്കിതെല്ലാം മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു ബൗളിൽ അതെല്ലാം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇവിടെ ബിജുക്കുട്ടൻ പറയുന്ന പോലെ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ ഒന്ന് ഉണ്ടാക്കി നോക്കി മക്കൾക്കൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ നിങ്ങൾ ഈ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ. കാണുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ലൈക്ക് ചെയ്യാതെ കണ്ടിട്ട് ഇറങ്ങി പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.